ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. നമുക്കറിയാം നമ്മുടെ SSC മലയാളി യൂട്യൂബ് ചാനലിനകത്ത് ഓൾറെഡി ഒരുപാട് ഷോർട്ട് ട്രിക്കുകളായിട്ടും അതല്ലാതെയും ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഒരു 10ഓളം ഷോർട്ട് ട്രിക്ക് വീഡിയോസ് മാത്രം എന്തുണ്ട് നമ്മുടെ ചാനലിനകത്ത് കിടക്കുന്നുണ്ട്. സോ അതിലേക്കുള്ളൊരു പുതിയ അഡീഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവറേജ് എന്നുള്ള ചാപ്റ്ററിനകത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം 2024 SSCയിലെ വിവിധ പരീക്ഷകളിൽ കണ്ടുവന്നൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് എന്നുള്ള ചാപ്റ്ററിനകത്തുള്ള ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് ടൈം ടേക്കിംഗ് ആണ്. കൺവെൻഷണൽ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ടൈം ടേക്കിംഗ് ആണ്. ആൻഡ് ആൾസോ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് ആ ടൈം ടേക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു പുതിയ മോഡൽ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ചില ആളുകളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. സോ നമുക്ക് ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണുള്ളത്. സാധാരണ രീതിയിൽ ഇത് ബേസിക്കായിട്ട് ഞാൻ പറയുകയാണ്, സാധാരണ രീതിയിൽ നമുക്ക് ഒരു ആവറേജ് എന്നുള്ള ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ട് ശീലിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അതല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള ആവറേജ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും, തന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതൊന്ന് വായിച്ചു നോക്കുക നിങ്ങൾ. ഈ ക്വസ്റ്റ്യനകത്ത് എന്തില്ല, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര ഉണ്ട് എന്നുള്ളത് തന്നിട്ടില്ല. ആൻഡ് ആൾസോ നിലവിലുള്ള ആവറേജ് എത്ര എന്നുള്ളതും തന്നിട്ടില്ല. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ ക്ലാസ് വിത്ത് എ സെർട്ടൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഇഫ് വൺ ന്യൂ സ്റ്റുഡൻറ്റ് വെയിങ് 50 കിലോഗ്രാം ഈസ് ആഡഡ്, അല്ലേ. വൺ ന്യൂ സ്റ്റുഡൻറ്റ് 50 കിലോഗ്രാം ആയിട്ട് വന്നു. ദെൻ ദി ആവറേജ് വെയിറ്റ് ഓഫ് ദി ക്ലാസ് എന്ത് ചെയ്തു, 1 കിലോഗ്രാം ആഡായി. ഓക്കെ. ദെൻ ഇഫ് വൺ മോർ സ്റ്റുഡൻറ്റ്, അതിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു സ്റ്റുഡൻറ്റും കൂടെ വരികയാണ്, ഒരു സ്റ്റുഡൻറ്റും കൂടെ വന്നു. ദെൻ അയാളുടെ വെയിറ്റ് 50 കിലോഗ്രാം ആണ്. ദെൻ ദി ആവറേജ് വെയിറ്റ് ഓഫ് ദി ക്ലാസ് ഈസ് ഇൻക്രീസസ് ബൈ 1.5 കിലോഗ്രാം ഓവർ ഒറിജിനൽ ആവറേജ്. ഓക്കെ. പണ്ടുണ്ടായിരുന്ന, അതായത് ഈ ആദ്യത്തെ സ്റ്റുഡൻറ്റ് വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ആവറേജ് എന്താണോ അതെന്താണെന്ന് നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ആ ആവറേജിലേക്ക് എന്ത് ചെയ്തു, 1.5 കിലോഗ്രാം എന്ത് ചെയ്തു, രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് വന്ന സമയത്ത് ആഡായി. ഓക്കെ. വാട്ട് ഈസ് ദ ഒറിജിനൽ ആവറേജ്? ഇവിടെ നമുക്കറിയാം, സാധാരണ നമ്മൾ കണ്ട് പരിചയിച്ച ക്വസ്റ്റ്യൻ എന്താണ്, അതിനകത്ത് ഒന്നിക്ക് ആവറേജ് തന്നിട്ടുണ്ടാവും, നിലവിലുള്ള ആവറേജ് തന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ എന്തുണ്ടാവും, നമ്മുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ടാവും. ഇവിടെ അത് രണ്ടും ഇല്ല, ഒരു ഡാറ്റാസ് കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷേ ഈ രണ്ട് ഡാറ്റാസ് നമുക്ക് തന്നിരിക്കുന്നത്, അതായത് പുതിയൊരു കുട്ടി വന്നപ്പോൾ സമയത്ത് അയാളുടെ വെയിറ്റ് തന്നിട്ടുണ്ട് അല്ലേ. സോ ആ സമയത്ത് ഉണ്ടായിരുന്ന ഇൻക്രിമെൻറ്റ് തന്നിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ആദ്യം ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, രണ്ട് സ്റ്റുഡൻസിനെ നമുക്ക് എടുക്കാം. ഒരു 35 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു സ്റ്റുഡൻറ്റ് ആൻഡ് ആൾസോ 35 കിലോഗ്രാം വെയിറ്റ് ഉള്ള മറ്റൊരു സ്റ്റുഡൻറ്റ്. ഓക്കെ. ഒരു ക്ലാസ്സിൽ രണ്ട് സ്റ്റുഡൻസ് ഉള്ളത് 35 കിലോഗ്രാം വെയിറ്റ് ഉള്ള രണ്ട് സ്റ്റുഡൻസ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇവരുടെ ആവറേജ് വെയിറ്റ് എന്തായിരിക്കും, 35 കിലോഗ്രാം ആയിരിക്കും. കാരണം 35 ആണല്ലോ രണ്ട് പേർക്കുള്ളത്. ഓക്കെ. ഇനി എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി പുതിയൊരു സ്റ്റുഡൻറ്റിനെ ഞാൻ ഈ ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യണം, നമ്മുടെ ആവറേജ് 36 ആയി മാറണം. ഓക്കെ. സോ എൻ്റെ ആവശ്യം എന്താണ്, 36 കിലോഗ്രാം ആവറേജ് വെയിറ്റ് ആയി മാറണം. പുതിയൊരു സ്റ്റുഡൻ്റാണ് വരുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യണം, ഇയാൾക്ക് 1 കിലോഗ്രാം ആഡ് ആവണമല്ലോ, ഇവനും 1 കിലോഗ്രാം ആഡ് ആവണമല്ലോ. സോ 36 അല്ലേ, ഇപ്പം രണ്ട് പേർക്കും ആവുന്നുള്ളൂ അല്ലേ. ഓരോ കിലോഗ്രാം ആഡ് ചെയ്തു. ഈ ഓരോ കിലോഗ്രാം ആര് കൊടുക്കണം, പുതിയത് വരുന്ന ആൾ കൊടുക്കണം അല്ലേ. പുതിയത് വരുന്ന ആൾ ആര് എന്ത് ചെയ്യണം, ഇവർക്ക് രണ്ട് പേർക്കും വേണ്ട ഓരോ കിലോഗ്രാം വെച്ചിട്ട് സപ്ലൈ ചെയ്യണം ആണല്ലോ. ഇനി പുതിയ വരുന്ന ആൾക്കും എന്ത് വേണം, 35 + 1 വേണം അല്ലേ. സോ പുതിയ വരുന്ന ആൾക്ക് എന്ത് വേണം, 35 + 1 അവനും വേണം. ആൻഡ് +1 എന്ത് വേണം, രണ്ട് പേർക്കും കൊടുക്കാനുള്ള +1 വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 + 1 വേണം. ആൻഡ് ആൾസോ 1 × 2 അല്ലേ, +1 × 2 വേണം അല്ലേ. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞാൽ ഈ 2 എന്താ, രണ്ട് പേർക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള 1 കിലോഗ്രാം വെയിറ്റ് അല്ലേ. ഈ 35 + 1 എന്താ, 35 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ തന്നെ, അതായത് പുതിയത് വന്ന സ്റ്റുഡൻറ്റിൻ്റെ തന്നെ 1 കിലോഗ്രാം ആഡ് ആക്കാൻ ആവശ്യമായിട്ടുള്ള 35 + 1. ക്ലിയർ ആണല്ലോ. സോ പുതിയത് വന്ന ആളുടെ ഇപ്പം ഇതിൻ്റെ സംബന്ധമായിരിക്കും 35 + 3 എന്ന് പറയുമ്പോൾ എന്താണ്, 38 അല്ലേ. സോ ഒരു ഗ്രൂപ്പിനകത്തേക്ക് 38 കിലോഗ്രാമായിട്ട് 35 വെയിറ്റ് ഉള്ള രണ്ട് പേര് ഇവിടെ ഉണ്ട്. 38 കിലോഗ്രാമായിട്ട് ഒരു പുതിയൊരു സ്റ്റുഡൻറ്റ് വരികയാണെങ്കിൽ, 38 കിലോഗ്രാമായിട്ട് പുതിയൊരു സ്റ്റുഡൻറ്റ് വരികയാണെങ്കിൽ ഈ 38 കിലോഗ്രാം എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ പുതിയ നിലവിലുണ്ടായിരുന്ന സ്റ്റുഡൻസിന് ഓരോ കിലോഗ്രാം സപ്ലൈ ചെയ്തു അല്ലേ, ഓരോ കിലോഗ്രാം സപ്ലൈ ചെയ്തു എന്ന് പറയുമ്പോൾ ഇൻക്രിമെൻ്റ് എത്ര, 1 ആണ്. ആ 1 വെച്ചിട്ട് എന്ത് ചെയ്തു, രണ്ട് പേർക്കും കൊടുത്തു. സോ 1 × 2 അല്ലേ, പ്ലസ്. ഇനി എന്ത് ചെയ്തു, ഇനി ഈ വന്ന സ്റ്റുഡൻറ്റിന് അവൻ്റെ തന്നെ ആവറേജ് ഇൻക്രിമെൻ്റ് ആക്കാൻ അല്ലേ എന്ന് പറയുമ്പോൾ എത്ര ആക്കി, 36 ആവറേജ് ആക്കി. എത്ര വെച്ച് കൂടി, 1 വെച്ചിട്ട് കൂടി അല്ലേ. സോ അവൻ്റെ തന്നെ ആവറേജ് എന്ത് ചെയ്യണം, 35 + 1 ആവണം അല്ലേ. സോ രണ്ട് കാര്യങ്ങൾക്കാണ് ഈ 38 എന്നുള്ള വെയിറ്റ് യൂസ് ചെയ്തത്. എന്തിനൊക്കെയാണ്, ഒന്ന് നിലവിലുള്ള ആളുകൾ, ആളുകളാണെങ്കിൽ ആളുകൾക്ക്, ഇവിടെ ഇപ്പോൾ രണ്ട് പേരേ ഉള്ളൂ. സോ 2 ആളുകൾക്കും 1 വെച്ചിട്ട് സപ്ലൈ ചെയ്യാൻ അല്ലേ. ഇനി ഇപ്പം നിലവിലുള്ള ആവറേജ് എത്രയാണോ അവൻ്റെ ആ ആവറേജിലേക്ക് 1 കൂട്ടാൻ, ആർക്ക്, പുതിയ വന്ന ആൾക്ക് നിലവിലുള്ള ആവറേജിലേക്ക് 1 കൂട്ടാൻ വേണ്ടിയും യൂസ് ചെയ്തു. ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മുടെ ഒരു പുതിയ ആൾ വരുമ്പം ഈ സംഭവിക്കുന്ന മാറ്റങ്ങൾ. ക്ലിയർ ആണല്ലോ. പുതിയ
വന്ന ആൾ 38 കിലോഗ്രാം ആയിട്ട് വന്നു. സോ ആ 38 കിലോഗ്രാം യൂസ് ചെയ്ത് എന്തിനൊക്കെയാണ്, ഒന്ന് നിലവിൽ എത്ര ആളുകളുണ്ടോ അത്രയും ആളുകൾക്ക് എത്രയാണോ ഇൻക്രിമെന്റ് അത്രയും വെച്ചിട്ട് കൂട്ടാൻ അല്ലേ, 2 × 1. ദെൻ ഇപ്പം വന്ന ആൾക്ക് ആകെയുള്ള ഇവൻ വന്നതിന് ശേഷം 1 കിലോഗ്രാമാണ് ആവറേജ് ഇൻക്രിമെന്റ് ചെയ്തത് അല്ലേ. സോ നിലവിലുള്ള ആവറേജ് എത്ര നമുക്ക് അറിയില്ല, ഇവിടെ നമുക്ക് അറിയാമായിരുന്നു അല്ലേ. ഈ കേസ് നമുക്ക് അറിയാം അത് 35 ആണ്. സോ 35ലേക്ക് 1 കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്തു, ഈ കിലോഗ്രാം ഈ പറഞ്ഞ ഈ 38 കിലോഗ്രാം യൂസ് ചെയ്തു. സോ 2 സംഗതികൾക്ക് സപ്ലൈ ചെയ്തു അല്ലേ, 2 സംഗതികൾക്ക് സപ്ലൈ ചെയ്തു. ഈ 2 കാര്യങ്ങൾക്കാണ് 38 കിലോഗ്രാം സപ്ലൈ ചെയ്തത്. ഇതാണ് ബേസിക് ഐഡിയ അല്ലേ, ആവറേജിന്റെ ബേസിക് ഐഡിയ ആണ്. ദെൻ നമുക്ക് ഇനി ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇവിടെ എന്താണ് പറയുന്നത്, 50 കിലോഗ്രാമുമായിട്ട് ആദ്യത്തെ ആൾ വരികയാണ് അല്ലേ. ഈ 50 കിലോഗ്രാം എന്തിനൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്, ഒന്ന് എത്ര ആളുകളുണ്ടോ, എത്ര ആളുകൾ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ആളുകളുടെ എണ്ണം ഞാൻ n എടുത്തു. ഇപ്പം നിലവിലുള്ള ആവറേജ് ഞാൻ x എടുത്തു. ഓക്കെ, n ആളുകൾ x ആവറേജ്. ദെൻ n ആളുകൾക്ക് എത്രയാ ഈ ഒരാൾ വന്ന സമയത്ത് ഈ 50 കിലോഗ്രാം ആയിട്ട് വന്ന സമയത്ത് 50 കിലോഗ്രാമാണ് ആഡ് ചെയ്ത്. സോ n × 1 അല്ലേ, n × 1 n ആളുകൾക്കും 1 വെച്ചിട്ട് സപ്ലൈ ചെയ്തു. ദെൻ തീർന്നില്ല, ഇനി എന്ത് ചെയ്യണം, ഇപ്പൊ വന്ന ആളുടെ ആവറേജ് എന്താവും, അതും 1 വെച്ച് കൂടണം അല്ലേ. സോ നിലവിലുള്ള ആവറേജ് x ആണെങ്കിൽ x+1 ആവണം അവൻ്റെയും ആവറേജ്. ക്ലിയർ അല്ലേ. സോ ഇതെന്തായിരിക്കും, n × 1 എന്ന് പറയുമ്പോൾ n ആണ്, n+x+1 അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ 14 ആണ് അല്ലേ, ഈ +1 ഇപ്പുറത്ത് പോകുമ്പോൾ -1 ആവും. സോ 50 - 1 അല്ലേ. സോ 49 ഈസ് ഈക്വൽ എന്താണ്, n+x എന്ന് എഴുതാം. ക്ലിയർ അല്ലേ. ദെൻ ആദ്യത്തെ കണ്ടീഷൻ ആയല്ലോ. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്, രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ്, വൺ മോർ സ്റ്റുഡൻറ്റ് 50 കിലോഗ്രാം ആയിട്ട് വരികയാണ് അല്ലേ. സോ വീണ്ടും ഒരു സ്റ്റുഡൻറ്റ് 50 കിലോഗ്രാം ആയിട്ട് വന്നു. പക്ഷേ ഈ സമയത്ത് സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ 1.5 കിലോഗ്രാം ആഡായി ഓവർ ഒറിജിനൽ ആവറേജ് ആണ്. ഇവിടെ നോക്ക്, ഈ രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് 50 കിലോഗ്രാം ആയിട്ട് വരുന്ന സമയത്ത് എത്ര ആളുകൾ ഉണ്ടാവും, നിലവിൽ n ആളാണെങ്കിൽ ഓൾറെഡി ഒരാൾ 50 കിലോഗ്രാം ആയിട്ട് വന്നിട്ടുണ്ട്. സോ n+1 ആളുകൾ ഉണ്ടാവില്ലേ അല്ലേ. സോ n+1 ആളുകൾ ഇപ്പോൾ നമ്മളെ കയ്യിൽ നിലവിലുണ്ടാവും. ഈ 50 കിലോഗ്രാം ആയിട്ട് രണ്ടാമത്തെ ആൾ വരുമ്പോൾ n+1 ആളുകൾ ഉണ്ടാവും. ഇനി ഈ n+1 ആളുകളുടെ ആവറേജ് എന്തായിരിക്കും, ഇവിടെ നോക്ക്, ഓൾറെഡി ഉണ്ടായിരുന്ന ആവറേജിൽ നിന്നും 1 കൂടിയിട്ടുണ്ട് ഇവിടെ അല്ലേ, ഈ കേസിൽ 1 കൂടിയിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, 1.5 കിലോഗ്രാം ഓവർ ഒറിജിനൽ ആവറേജ് ആണ് അല്ലേ. മുമ്പ് ഈ ആദ്യത്തെ ആളും വരുന്നതിന് മുമ്പുള്ള ആവറേജിലേക്ക് 1.5 കൂടിയതാണ്. ഇപ്പോൾ ആദ്യത്തെ ആൾ വന്നപ്പോൾ നമുക്ക് 1 കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ n+1 ആളുകളുടെ ആവറേജ് ഇപ്പോൾ എത്രയാണ്, 1 കൂടി കിടക്കുകയാണ്. ഇനി അതിലേക്ക് എന്ത് ചെയ്താൽ മതി, ഒരു 0.5 കൂട്ടേണ്ട ആവശ്യം ഇപ്പോൾ ഉള്ളൂ. കാരണം 1.5 കിലോഗ്രാം ആണ് ഓവർ ഒറിജിനൽ ആവറേജ് രണ്ടാമത്തെ ആൾ വരുന്ന സമയത്ത് കൂടുന്നത് അല്ലേ. സോ n+1 ആളുകൾക്ക് ആവറേജ് എത്ര ആയിരിക്കും, 0.5 വെച്ചാണ് കൂടേണ്ടത് ഓവർ ഒറിജിനൽ ആവറേജ് അല്ലേ, ഓവർ ഇവൻ വന്നതിന് ശേഷം. സോ ഓവർ ഒറിജിനൽ ആവറേജ് ആണെങ്കിൽ ഇവിടെ 1.5 കൂടിയിട്ടുണ്ട്. പക്ഷേ 1 ഇവിടെ ഓൾറെഡി ഇവിടെ കൂടിയത് കൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി, 0.5 വെച്ചിട്ട് കൂട്ടിയാൽ മതി. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്ത എന്താണ്, ഇപ്പം n+1 ആളുകൾക്കും സപ്ലൈ ചെയ്യാൻ വേണ്ടി 0.5 കിലോഗ്രാം യൂസ് ചെയ്തു. ഇനി ബാക്കിയുള്ള വെയിറ്റ് എന്ത് ചെയ്യണം, ബാക്കിയുള്ള വെയിറ്റ് ഇപ്പോൾ ഈ വന്ന 50 കിലോഗ്രാം വെയിറ്റ് ഉള്ള ആളുണ്ടല്ലോ, അവൻ്റെ തന്നെ ആവറേജ്, അവൻ ഇപ്പോൾ പുതിയതാണ്, ഇപ്പോൾ അവൻ ഈ ലിസ്റ്റിലൊന്നുമില്ല. സോ അവൻ്റെ എന്ത് ചെയ്യണം, 1.5 കിലോഗ്രാം ആഡ് ആവണം. സോ 1.5 കിലോഗ്രാം ഇതിലേക്ക് നിലവിലുള്ള ആദ്യത്തെ ആവറേജ് x ആണെങ്കിൽ എക്സിലേക്ക് എന്ത് ചെയ്യണം, 1.5 കിലോഗ്രാം ആഡ് ആവണം. ക്ലിയർ അല്ലേ. സോ ഇതെന്ത് ചെയ്യാം, n × 0.5 പ്ലസ് 0.5 പ്ലസ് x+1.5 ആണ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, 0.5 n പ്ലസ് എക്സ് പ്ലസ് ഈ 0.5 പ്ലസ് 1.5 എന്താ 2 ആണ് അല്ലേ. സോ ഈ 2 ഇപ്പുറത്തേക്ക് വരുമ്പം -2 ആവും. സോ 50 - 2 എന്തായി, 48 അല്ലേ. ക്ലിയർ അല്ലേ. 48 ഈസ് ഈക്വൽ ടു 0.5 n പ്ലസ് എക്സ് ആണല്ലോ, 0.5 n പ്ലസ് എക്സ് ആണല്ലോ. ഇവിടെ നോക്ക്, നമുക്ക് ഇവിടെ എന്തുണ്ട്, 49 ഈസ് ഈക്വൽ ടു n പ്ലസ് എക്സ് ആണ്. ഇവിടെ 48 ഈസ് ഈക്വൽ ടു 0.5 n പ്ലസ് എക്സ് ആണ്. ഇപ്പോൾ ഇതിനെ ഞാൻ 49 ആക്കാൻ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെയും ഞാൻ ഒരു 1 ആഡ് ചെയ്തു. ദെൻ ഈക്വൽ ടു ഇപ്പുറത്ത് ഞാൻ 1 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, 1 ആഡ് ചെയ്യണം. സോ 49 ഈസ് ഈക്വൽ ടു എന്താവും, 0.5 n പ്ലസ് എക്സ് പ്ലസ് 1. സോ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷനും കൂടെ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് ആണ് തോന്നുമെങ്കിലും ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് നോക്കാം നമുക്ക് എന്താണ്, രണ്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണല്ലോ, 49 ആണല്ലോ രണ്ട് സൈഡിലും. സോ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. n പ്ലസ് എക്സ് ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് n പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, 0.5 n പ്ലസ് എക്സ് പ്ലസ് 1 എന്നുള്ളതാണ് അല്ലേ. എക്സ് രണ്ട് സൈഡിലുണ്ട്, സോ കട്ട് ചെയ്ത് പോയി. ദെൻ n ഇവിടെ 0.5 n, ബാക്കി എന്താ ഉണ്ടാവുക, 0.5 n ഈ സൈഡിൽ ഉണ്ടാവും അല്ലേ. 0.5 n ഈസ് ഈക്വൽ ടു 1 ആണ്. ദെൻ n ഈസ് ഈക്വൽ ടു എന്താടാ, n ഈസ് ഈക്വൽ ടു
1/0.5 ആണ് അല്ലേ. n/0.5 ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു 2 ആണ്. n 2 ആണെങ്കിൽ ഇവിടെ നോക്ക്, നമുക്കറിയാം ഈ ഇക്വേഷൻ ഇവിടെ എന്താണ്, 49 ഈസ് ഈക്വൽ ടു n പ്ലസ് എക്സ് അല്ലേ. ഇവിടെ നമുക്കറിയാം 49 ഈസ് ഈക്വൽ ടു n പ്ലസ് എക്സ് ആണെന്നുള്ളത് നമുക്കറിയാം. n എന്താ 2 ആണ്. n 2 ആണെങ്കിൽ ഇവൻ 2 ആയാൽ ബാക്കി എന്തുണ്ടാവും, എക്സ് ഈസ് ഈക്വൽ ടു 49 മൈനസ് 2 ഈസ് ഈക്വൽ ടു എന്താണ് 47 അല്ലേ. ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആൻസർ കാണാൻ പറ്റും. സോ n ഈസ് ഈക്വൽ ടു എന്താണ് 47. ഓക്കെ, സോ n അല്ല സോറി എക്സ് ഈസ് ഈക്വൽ ടു 47. എക്സ് എന്തായിരുന്നു, എക്സ് പറയുമ്പോൾ ഒറിജിനൽ ആവറേജ് അല്ലേ. സോ ക്വസ്റ്റ്യൻ എന്താണ്, ഒറിജിനൽ ആവറേജ് ആണ് ചോദിച്ചത്, അത് നമുക്ക് എന്താ 47 എന്ന് കിട്ടി. സോ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഇക്വേഷൻ സോൾവിങ് തന്നെയാണ്, പക്ഷേ ഇക്വേഷൻ സോൾവിങ്ങും ഈ ഇക്വേഷൻ ഉണ്ടാക്കുന്ന എന്ത് ചെയ്യാൻ മതി, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതിൻ്റെ ആ ട്രിക്ക് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ആൾസോ എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സുകളൊക്കെ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ n കാണാൻ പറ്റും. n കാണുന്നതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ക്ലിയർ ആണല്ലോ. സോ ഇവിടെ ഇക്വേഷൻ സോൾവിങ് ആണെങ്കിൽ പോലും ഇതെന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈസി ആയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഒരു ഒരു 1 മിനിറ്റിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. സോ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്ക്, ഇവിടെ എന്താണ്, ഇൻ എ കമ്പനി ഓഫ് സെർട്ടൻ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇഫ് 1 എംപ്ലോയി വെയിങ് 66 കിലോഗ്രാം. ഓക്കെ, ഇവിടെ 66 കിലോഗ്രാം ആണ്, 66 കിലോഗ്രാമായിട്ടാണ് പുതിയ ഒരാൾ വരുന്നത്. added, then the average weight of the employees is increases by 1 kilogram. Okay, so ഈ 66 കിലോഗ്രാം എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്, n ആളുകളുണ്ട് നമ്മളെ കയ്യിൽ, എക്സ് ആണ് നിലവിലുള്ള ആവറേജ്, ദെൻ n ആളുകൾക്കും 1 വെച്ചിട്ട് കൂടാൻ അല്ലേ, n × 1 പ്ലസ് ബാക്കി എന്തുണ്ടാവണം, ഇവൻ്റെ തന്നെ ആവറേജ് എന്ത് ചെയ്യണം, ഇപ്പോൾ വന്ന ആൾക്കുള്ള ആവറേജ് നിലവിലുള്ള ആവറേജ് എക്സ് ആണെങ്കിൽ അവൻ്റെ തന്നെ ആവറേജ് എക്സ് 1 കൂടണം അല്ലേ. സോ എന്തായി 65 ഈസ് ഈക്വൽ ടു എന്ത് വരും, n പ്ലസ് എക്സ് എന്ന് വരും. ക്ലിയർ അല്ലേ. 65 ഈസ് ഈക്വൽ ടു n പ്ലസ് എക്സ് എന്ന് വരും. ദെൻ ഈ 1 മോർ എംപ്ലോയി 62.5 കിലോഗ്രാം 62.4 കിലോഗ്രാം. സോ 62.4 കിലോഗ്രാമായിട്ട് പുതിയ ഒരാൾ വരുന്നുണ്ട്. ദെൻ ദ ആവറേജ് വെയിറ്റ് ഓഫ് ദി എംപ്ലോയീസ് ഇസ് ഇൻക്രീസസ് ബൈ 1.2 കിലോഗ്രാം ഓവർ ഒറിജിനൽ അല്ലേ, ഓവർ ഒറിജിനൽ ആവറേജ് അല്ലേ. സോ ഇവിടെ എന്ത് സംഭവിക്കും, ഈ 1.2 കിലോഗ്രാം ഇപ്പം നിലവിൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന n ആയിരുന്നു, ഒരാൾ വന്നപ്പോൾ n+1 ആയി അല്ലേ. സോ ഇവിടെ n+1 ഇൻറ്റു ഇപ്പം നിലവിലുള്ള ആവറേജ് എല്ലാവർക്കും ആദ്യത്തെ കേസില്ല, ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 1 ആവറേജ് കൂടിയിട്ടുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്താൽ മതി, അതിലേക്ക് ഒരു 0.2 കൂടേണ്ട കാര്യമുള്ളൂ. സോ n+1 ഇൻറ്റു 0.2 അല്ലേ, n+1 ഇൻറ്റു 0.2 പ്ലസ് ഇനി എന്ത് ചെയ്യണം, ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരാൾക്ക് നമ്മൾ ഈ ലിസ്റ്റിലൊന്നും ഇല്ലാത്തതാണ്. സോ അവൻ എന്ത് ചെയ്യണം, ഒറിജിനൽ ആവറേജിലേക്ക് 1.2 കൂടണം. സോ x+1.2. ക്ലിയർ അല്ലേ, x+1.2. സോ ഇതെന്താണ് 0.2 n പ്ലസ് 0.2 ദെൻ പ്ലസ് എന്താണ് x+1.2. ഇവിടെ നോക്കടാ, ഈ 1.2 പ്ലസ് 0.2 എന്താ 1.4 ആണ്. ഈ 1.4 പ്ലസ് 1.4 ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ -1.4 ആവും. സോ 62.4 മൈനസ് 1.4 എന്താ 61 ആണ് അല്ലേ. സോ 61 ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും 0.2 n പ്ലസ് എക്സ് എന്ന് വരും. ക്ലിയർ അല്ലേ. സോ ഇവിടെ നോക്ക്, ഇവിടെ എനിക്ക് 65 ഈസ് ഈക്വൽ ടു n പ്ലസ് എക്സ് ആണ്, ഇവിടെ 61 ഈസ് ഈക്വൽ ടു 0.2 n പ്ലസ് എക്സ് ആണ്. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഈക്വൽ ആക്കാൻ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഞാനൊരു +4 ആഡ് ചെയ്തു. ദെൻ ഇവിടെയും എന്ത് ചെയ്യണം, ഒരു +4 ആഡ് ചെയ്യണം. സോ ഇവിടെ 65 ആണ്, ഇവിടെയും 65 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും ജസ്റ്റ് ഇക്വേറ്റ് ചെയ്താൽ മതി. ദെൻ n പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ഫസ്റ്റ് ഇക്വേഷനിൽ n പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും 0.2 n പ്ലസ് എക്സ് പ്ലസ് 4 എന്ന് വരും അല്ലേ. ക്ലിയർ അല്ലേ. സോ ഈ എക്സും ഇവിടെ രണ്ടിടത്തും കട്ട് ചെയ്ത് പോകും. ദെൻ n മൈനസ് 0.2 n എന്താ 0.8 n ആണ് അല്ലേ. 0.8 n ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. ദെൻ n എന്താടാ n ഈസ് ഈക്വൽ ടു 8.8 എന്ന് വരും. ക്ലിയർ അല്ലേ. സോ ആൻസർ എന്തായിരിക്കും 4/8/10. സോ 40/8 എന്താണ് 5 ആണ് അല്ലേ. n ഈസ് ഈക്വൽ ടു 5 ആണ്. അപ്പം ഇവിടെ നോക്ക്, ഇക്വേഷൻ എന്താ നമുക്ക് അറിയുന്നത് 65 ഈസ് ഈക്വൽ ടു n പ്ലസ് എക്സ് അല്ലേ. 65 ഈസ് ഈക്വൽ ടു n പ്ലസ് എക്സ് എന്നറിയാം. അതിനകത്ത് എന്നിൻ്റെ വാല്യൂ എന്താ, എന്നിൻ്റെ വാല്യൂ നമുക്കറിയാം 5 ആണ് എന്നുള്ളത് അല്ലേ. n 5 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും, എക്സ് ഈസ് ഈക്വൽ ടു 65 മൈനസ് 5 ഈസ് ഈക്വൽ ടു എന്ത് വരും 60 എന്ന് വരും അല്ലേ. സോ നമ്മുടെ ആവറേജ് വെയിറ്റ് ഒറിജിനൽ ആവറേജ് എന്തായിരിക്കും 60 അല്ലേ. ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ. സോ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൈപ്പ് ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ്, ഇവിടെ ഇൻ എ ക്ലാസ് വിത്ത് എ സെർട്ടൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇഫ് എ ടീച്ചർ വെയിങ്
78 കിലോഗ്രാം ഈസ് ആഡഡ് അല്ലേ, 78 കിലോഗ്രാം ആഡ് ചെയ്തു, 78 കിലോഗ്രാം ആഡ് ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചത്? ദെൻ ദി ആവറേജ് വെയിറ്റ് ഓഫ് ദി ക്ലാസ് ഈസ് ഇൻക്രീസസ് ബൈ 2 കിലോഗ്രാം. മനസ്സിലാക്കണം, ഇതുവരെ നമ്മൾ ചെയ്ത് 1 കിലോഗ്രാമിൻ്റെ ആയിരുന്നു, ഇവിടെ എന്താണ് 2 കിലോഗ്രാം ആഡ് ചെയ്തു. നിലവിൽ നമുക്കറിയാം n ആളുകളുണ്ട്, x ആവറേജ് ഉണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും n ആളുകൾക്കും എന്ത് ചെയ്തു 2 കിലോഗ്രാം, n ആളുകൾക്കും 2 കിലോഗ്രാം വെച്ചിട്ട് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പ്ലസ് ഇനിയിപ്പോൾ പുതിയത് വന്ന ആൾക്കും എന്ത് ചെയ്യണം, 2 കിലോഗ്രാം ആഡ് ആവണം. സോ അവൻ എന്താവണം, x + 2. ക്ലിയർ അല്ലേ? സോ ഇവിടെ എന്ത് വരും, 2n + x. ഇവിടെ +2 ഉള്ളത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ -2. ഇവിടെ എന്ത് വരും, 76. ക്ലിയർ അല്ലേ? 76 is equal to 2n + x. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? രണ്ടാമത്തെ കണ്ടീഷൻ, ഇഫ് വൺ മോർ ടീച്ചർ വെയിങ് 66 കിലോഗ്രാം, രണ്ടാമത്തെ ആള് 66 കിലോഗ്രാമായിട്ട് വരുന്നത്. സോ 66 is equal to എന്താവും, അതും ഇതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എങ്ങനെ? ദെൻ ദി ആവറേജ് വെയിറ്റ് ഓഫ് ദി ക്ലാസ് ഈസ് ഇൻക്രീസസ് ബൈ 3.5 കിലോഗ്രാം അല്ലേ, 3.5 കിലോഗ്രാം ഓവർ ദി ഒറിജിനൽ ആവറേജ്. സോ 66 കിലോഗ്രാം ആയിട്ട് വന്നപ്പോൾ 3.5. ഇവിടെ നമുക്ക് ആദ്യത്തെ കേസിൽ നമുക്ക് 2 ആണ് കൂടിയിട്ടുള്ളത്, ഇനി എത്ര കൂടാനുള്ള ബാക്കി? 3.5ലേക്ക് 1.5ൻ്റെ ആവശ്യമുള്ളൂ. സോ 1.5 ഇൻറ്റു എന്ത് ചെയ്യണം, നമുക്ക് നിലവിലിപ്പോൾ ഉള്ളത് n+1 ആളുകളാണ്. സോ പ്ലസ് എന്ത് ചെയ്യണം, 1.5 ഇൻറ്റു n+1 പ്ലസ് ഇനി എന്ത് ചെയ്യണം, നമ്മളെ കയ്യിലുള്ളത് x ആണ്. സോ ഈ എക്സിലേക്ക് എത്ര കൂടണം, 3.5 കൂടണം അല്ലേ, x + 3.5 കൂടണം. ക്ലിയർ അല്ലേ? സോ ഇവിടെ എന്ത് ചെയ്യാം, 1.5 n + 1.5 പ്ലസ് എന്ത് വരും, x + 3.5 എന്ന് വരും. ക്ലിയർ അല്ലേ? സോ ഇവിടെ നോക്ക്, ഈ 1.5ഉം 3.5ഉം എന്താടാ, 5 ആണ് അല്ലേ. സോ ഈ +5 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -5 ആയി മാറിയില്ലേ. സോ 66 - 5 എന്താ, 66 - 5 എന്ന് പറയുമ്പോൾ 61 is equal to എന്ത് വരും, 1.5 അല്ലേ, 1.5 n + x എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? 1.5 n + x. ഇനി ഇവിടെ നോക്ക്, എനിക്ക് ഇവിടെ ഉള്ളത് 76 ആണ് അല്ലേ. ഈ 76നെ ഇവിടെ ഈ 61നെ 76 ആക്കാൻ എനിക്ക് എന്ത് ചെയ്യണം, ഒരു 15 ആഡ് ചെയ്യണം അല്ലേ. സോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെയും ഒരു 15 ആഡ് ചെയ്തു, ഇവിടെയും എന്ത് ചെയ്യണം, ഒരു 15 ആഡ് ചെയ്യണം. സോ രണ്ട് ഭാഗത്തും എന്തായി, 76 ആയി. സോ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നു. ദെൻ 2n + x ഈസ് ഈക്വൽ ടു എന്ത് വരും, 1.5n + x + 15. ഓക്കെ, ദെൻ എക്സും ഇവിടെയും കട്ട് ചെയ്ത് പോകും. ദെൻ 2n-ഉം 1.5n-ഉം ഇവിടെ എന്ത് വരും, ഒരു 0.5n ഈസ് ഈക്വൽ ടു എന്ത് വരും, 15 എന്ന് വരും. ക്ലിയർ അല്ലേ? സോ n ഈസ് ഈക്വൽ ടു എന്താ, n ഈസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 0.5. സോ 150 ഡിവൈഡ് ബൈ 5 എന്താ, n ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, 30 എന്ന് വരും. ക്ലിയർ അല്ലേ? സോ n 30 ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, 76 ഈസ് ഈക്വൽ ടു എന്താ, 2n + x അല്ലേ. 76 ഈസ് ഈക്വൽ ടു 2n + x ആണ്. സോ ഇവിടെ എന്ത് വരും, ഈ n-ന് നമുക്ക് 30 കൊടുക്കാം. സോ ഇവിടെ എന്ത് വരും, 2 × 30 + x. ക്ലിയർ അല്ലേ? സോ x ഈസ് ഈക്വൽ ടു 76 മൈനസ് 2 × 30 എന്താ, 2 × 30 60. സോ x എന്തായിരിക്കും, x 16. ഓപ്ഷൻ എന്താ, ഓപ്ഷൻ സി. സോ ഇങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. സംഭവം നമ്മുടെ എന്താണ്, ഈ പറഞ്ഞ ഇക്വേഷൻ സോൾവിങ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇക്വേഷൻ സോൾവിങ് ആണെങ്കിൽ പോലും ആ കൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇതെന്ത് ചെയ്യുക, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിനകത്ത് നമ്മുടെ ഈ വീഡിയോക്കകത്ത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി ഇത് നമ്മൾ പറഞ്ഞു 2 കേസിലും എന്താണ്, ഇവിടെ 2 കേസിലും ആഡ് ആവുകയാണ് അല്ലേ, 2 കേസിലും ആഡ് ആയി എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? 2 കേസിലും ആഡ് ആവുകയാണ്, ആവറേജ് ഇൻക്രീസ് ആവുകയാണ്. പക്ഷേ ആവറേജ് ഇൻക്രീസ് ആവുന്ന കേസാണ് നമ്മൾ 2 കേസിലും പറഞ്ഞത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്, ഇവിടെ 40 കിലോഗ്രാം ആയിട്ട് ഒരാൾ വന്നു. ഓക്കെ, അത് നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ തന്നെയാണ്. ദെൻ ദി ആവറേജ് വെയിറ്റ് ഓഫ് ദി ഗ്രൂപ്പ് ഈസ് ഇൻക്രീസസ് ബൈ 1 കിലോഗ്രാം. ഓക്കെ, ഇവിടെ എന്തായത്, ഇൻക്രീസ് ആയി, പുതിയ ഒരാൾ വന്നപ്പം ആവറേജ് വെയിറ്റ് ഇൻക്രീസ് ആയി. ഇനി രണ്ടാമത്തെ കേസ് നോക്ക്, രണ്ടാമത്തെ കേസ്, ഇഫ് ദി വെയിറ്റ് ഓഫ് ദിസ് പേഴ്സൺ ഹാഡ് ബീൻ 28, അതായത് ഇപ്പം ഇവരുടെ വെയിറ്റ് 28 കിലോഗ്രാം ആയിരുന്നെങ്കിൽ, ഓക്കെ, ഇയാളുടെ വെയിറ്റ് 28 ആയിരുന്നെങ്കിൽ ദെൻ ദി ആവറേജ് വെയിറ്റ് ഓഫ് ദി ഗ്രൂപ്പ് വുഡ് ഹാവ് ബീൻ ഡിക്രീസ്ഡ് ബൈ 1 കിലോഗ്രാം. ഓക്കെ, ഇൻ കേസ് 28 കിലോഗ്രാം ആയിരുന്നെങ്കിൽ അയാളുടെ ഈ പറഞ്ഞ ആവറേജ് വെയിറ്റ് എന്താവുമായിരുന്നു, ഒരു 1 കിലോഗ്രാം കുറയുമായിരുന്നു. അതായത്
രണ്ട് കേസാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് കേസിൽ എന്താണ് ഇൻക്രീസ് ആണ്. പക്ഷെ ഇവിടെ എന്താണ് ഒരാൾ ആഡ് ആകുമ്പം ആവറേജ് വെയിറ്റ് 1 കിലോഗ്രാം കൂടുന്നു. രണ്ടാമത്തെ ഒരു ഈ പറഞ്ഞ ആൾ കുറച്ച് വെയിറ്റ് കുറവുള്ള ആളായിരുന്നെങ്കിൽ ആവറേജ് വെയിറ്റ് 1 കിലോഗ്രാം കുറവായിരുന്നു. സോ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ ഇവിടെ നോക്കുക, എന്തോ ഒരു ആവറേജ് ഉണ്ട് അല്ലേ നമ്മുടെ കയ്യിൽ, എന്തോ ഒരു ആവറേജ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ആവറേജിലേക്ക് ഒരു 40 കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അല്ലേ, +40 ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആവറേജ് എന്തായിരുന്നു, +1 കൂടും അല്ലേ. ഇനി ഇയാളുടെ വെയിറ്റ് +28 ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ആവറേജ് -1 ആവും അല്ലേ. സോ നമുക്കറിയാം +1 -1 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഇതിൻ്റെ മിഡിലായിരിക്കും അല്ലേ. രണ്ട് ഭാഗത്തും ഒന്ന് ആഡ് ആവുന്നു, ഒന്ന് മൈനസ് ആവുന്നു. സോ ആ ഡിഫറൻസ് ഒന്ന് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 40 + 28 ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു എക്സാക്ട്ലി ഇതിൻ്റെ മിഡിൽ വാല്യൂ ആയിരിക്കും നമ്മുടെ ആൻസർ. 40 + 28 എന്താ, 68 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ 34 ആയിരിക്കും. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് രണ്ടും ഈക്വൽ ആണെങ്കിൽ അല്ലേ, -1 +1 ആണെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഭാഗത്ത് -2 മറ്റേ ഭാഗത്ത് +1, അതായത് ആ വാല്യൂസ് രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഓക്കെ, സോ അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നോക്കുക, ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഡിഫറൻസ് രണ്ടും ഈക്വൽ ആണെങ്കിൽ, അതായത് -1 +1 ആണ്, ഒരു ഭാഗത്ത് -1, ദെൻ ആ വാല്യൂ ന്യൂമറിക്കലി ഈ ഡിജിറ്റുകൾ രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എടുക്കുക, സം ചെയ്യുക, ആവറേജ് എടുക്കുക. ഓക്കെ, ഇഫ് നമ്മൾ ഈ പറഞ്ഞ പോലെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് എങ്ങനെ ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് എന്താ, ഇവിടെ നമുക്ക് 40 കിലോഗ്രാം ആഡ് ആയി അല്ലേ. ആ കൺസെപ്റ്റ് നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം, 40 കിലോഗ്രാം ആഡ് ആവുന്നു. 40 കിലോഗ്രാം ആഡ് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ദെൻ ദി ആവറേജ് വെയിറ്റ് ഓഫ് ദി ഗ്രൂപ്പ് ഈസ് ഇൻക്രീസസ് ബൈ 1 കിലോഗ്രാം അല്ലേ. നമുക്കറിയാം n ആളുകൾ എക്സ് ആവറേജ്. സോ ഇവിടെ നോക്കുക, 40 കിലോഗ്രാം ആഡ് ആവുന്ന സമയത്ത് n ആളുകൾക്കും 1 കൂടുന്നു, പ്ലസ് ഇവൻ്റെ തന്നെ ആവറേജ് എന്ത് ചെയ്യും, x+1. ക്ലിയർ അല്ലേ. ദെൻ ഇവിടെ എന്ത് വരും, 39 ഈസ് ഈക്വൽ ടു അല്ലേ, ഈ -+1 ഉള്ളത് -1 ഉണ്ടാവും. സോ 40 - 1 എന്താണ് 39. 39 ഈസ് ഈക്വൽ ടു n+x എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. 39 ഈസ് ഈക്വൽ ടു n+x. ഇനി രണ്ടാമത്തെ കേസ് നോക്ക്, രണ്ടാമത്തെ കേസിൽ 28 കിലോഗ്രാം ആണ് ആഡ് ആവുന്നത്. ക്ലിയർ അല്ലേ. രണ്ടാമത്തെ കേസിൽ 28 കിലോഗ്രാം ആഡ് ആവുന്ന സമയത്ത് 28 കിലോഗ്രാം ആഡ് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, 28 കിലോഗ്രാം ആഡ് ആകുമ്പോൾ ആവറേജ് 1 കിലോഗ്രാം ഡിക്രീസ് ചെയ്യാണ് അല്ലേ. സോ ഈ 28 എന്ത് ചെയ്യുന്നില്ല, നിലവിലുള്ള ആവറേജ് എത്തിക്കാൻ തികയുന്നതല്ല അല്ലേ, അതിനേക്കാളും കുറവാണ്. സോ 28ലേക്ക് എന്ത് ചെയ്യണം, 28ലേക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും ഒന്ന് കുറയാന്ന് പറയുമ്പോൾ എന്താണ്, ഡിക്രീസ് ആവറേജ് ഒന്ന് കുറയാന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ എത്ര ആളുകളുണ്ടോ അവരൊക്കെ കയ്യിൽ നിന്ന് ഒന്ന് വെച്ചിട്ട് കുറഞ്ഞു അല്ലേ. n ആളുകൾക്കും 1 വെച്ചിട്ട് ഈ കുറഞ്ഞു എന്ന് പറയുമ്പോൾ 28ലേക്ക് എന്ത് ചെയ്തു, ആഡായി. സോ ഇവിടെ സംഭവിക്കുന്ന എന്താണ്, 28ലേക്ക് ഈ n 1 വെച്ചിട്ട് കൊടുത്ത സമയത്ത് ഇപ്പോൾ പുതിയ വന്ന ആളുടെ ആവറേജ് എന്തായി, -1 അല്ലേ. സോ പുതിയ വന്ന നിലവിലുള്ള ആവറേജ് x ആണെങ്കിൽ അവൻ്റെ ആവറേജ് എന്തായി മാറും, x-1 ആവും. സോ നമുക്ക് എന്താ അറിയാം, 28 ഇവിടെ -1 പുറത്ത് വരുമ്പം 29 ആയി അല്ലേ. സോ 29 ഈസ് ഈക്വൽ ടു എക്സ്, ഇവിടെ ഈ +n അപ്പുറത്ത് പോകുമ്പോൾ -n. ക്ലിയർ അല്ലേ, x - n. ഇവിടെ നമുക്ക് ഇവിടെ 39 ആണ് n+x, ഇവിടെ 29 ആണ് x-n. ഇപ്പോൾ ഞാൻ ഇവിടെയും 10 കൊടുത്തു, ദെൻ ഇവിടെയും 10 കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ എന്തായി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് സൈഡിലും 39 ആയി മാറി. സോ നമുക്ക് എന്താ ചെയ്യാം, റൈറ്റ് ഹാൻഡ് സൈഡിൽ ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യാം, n+x ഈസ് ഈക്വൽ ടു x - n+10 അല്ലേ. സോ ഇവിടെ എന്താ ചെയ്യും, എക്സുകൾ രണ്ടും കട്ട് ചെയ്ത് പോകും, ഈ -n ആണ് ഇവിടെ ഉള്ളത്, ഇത് പുറത്തേക്ക് വരുമ്പോൾ +n ആയി മാറി. സോ n+n എന്തായി മാറി, 2n ഈസ് ഈക്വൽ ടു 10, n ഈസ് ഈക്വൽ ടു എന്താണ്, 10/2 ഈസ് ഈക്വൽ ടു 5. n 5 ആണല്ലോ, n 5 ആണെങ്കിൽ നമുക്കറിയുന്ന ഇക്വേഷൻ എന്താ, 39 ഈസ് ഈക്വൽ ടു n+x ആണ് അല്ലേ. നമുക്കറിയുന്ന ഇക്വേഷൻ 39 ഈസ് ഈക്വൽ ടു n+x ആണ്. ഇവിടെ ഈ n എന്താവും, n 5 ആയി മാറും. സോ x എന്താ, x ഈസ് ഈക്വൽ ടു 39 - n ഈസ് ഈക്വൽ ടു 39 - 5. ആൻസർ എന്താ, 34. ഈ 34നെയാണ് നമുക്ക് എങ്ങനെ കിട്ടിയത്, ഇവിടെ ഈ 28ഉം ഈ 40ഉം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, 28 + 40/2 അല്ലേ. 28 + 40/2 എന്താ, 68/2 എന്ന് നമുക്ക് കിട്ടി അല്ലേ. അവിടെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു 34 എന്നുള്ളത് അല്ലേ. സോ നമുക്കറിയാം ഈ കോൺസെപ്റ്റിലും എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈക്വൽ ആയിട്ടല്ല കൂടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താണ്, ഇവിടെ 1 കിലോഗ്രാം കൂടി, ഇവിടെ 1 കിലോഗ്രാം കുറഞ്ഞു.
ഇങ്ങനെ ഈക്വലായിട്ട് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയത്. ഇങ്ങനെ ഈ പറഞ്ഞ ജസ്റ്റ് എടുത്തിട്ട് സം എടുത്തിട്ട് ആവറേജ് എടുക്കാൻ പറ്റിയത്. ഇൻ കേസ് ഇവിടെ ഈ ഇൻക്രിമെൻറ്റും ഡിക്രീസും ഒരുപോലല്ല, അതായത് 1 കിലോഗ്രാം കൂടി 2 കിലോഗ്രാം കുറഞ്ഞു എന്നുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ടൈപ്പ് ഈ കൺസെപ്റ്റിൽ എന്ത് ചെയ്യേണ്ടി വരും, ഈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിങ്ങൾ സ്റ്റക്കായി പോകരുത്. ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സോ ഈ 2 ടൈപ്പാണ് ഇതിൽ ചെയ്യാനുള്ളത്. ദെൻ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യുക നിങ്ങൾ, സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ആവറേജ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഒരു വെറൈറ്റിയാണ്. അതായത് ഇപ്പോൾ 2 വെറൈറ്റി ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇതിൽ ചെയ്തത്. ഒന്ന്, 2 പേര് വരുന്നു, ആദ്യത്തെ ഒരാൾ വരുന്നു, ഇൻക്രീസ് ആവുന്നു, രണ്ടാമത്തെ ആൾ വരുന്നു, വീണ്ടും ഇൻക്രീസ് ആവുന്നു. രണ്ടാമത്തെ ടൈപ്പ് പറഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ആൾ വരുന്നു, ഇൻക്രീസ് ആവുന്നു. രണ്ടാമത് ഇൻ കേസ് അയാളുടെ വെയിറ്റ് കുറവായിരുന്നെങ്കിൽ ദെൻ ആവറേജ് ഡിക്രീസ് ആവുന്നു. സോ ഇത്തരം 2 കേസുകളാണ്. സോ ഇതിനധികം വെറൈറ്റി ക്വസ്റ്റൻസ് ഒന്നും കാണാനില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത CGL-നൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ അടുത്ത SSC എക്സാംസിനൊക്കെ ചോദിച്ചു എന്ന് വരാം. കാരണം നമ്മൾ ഈ കഴിഞ്ഞ 2024 ക്വസ്റ്റൻസിൽ എന്തുണ്ട്, 2024 ഈ ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ട്. സോ ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റൻ ആണ് 2024 ചോദിച്ചത്. ഈ ടൈപ്പ് ക്വസ്റ്റന് അതല്ലാത്ത പുറത്തുനിന്നുള്ള ക്വസ്റ്റൻസ് ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2 ക്വസ്റ്റൻസ് എന്ത് ചെയ്യാം എന്ന് എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂസ് മാറ്റിയിട്ട് നിങ്ങൾക്ക് വീണ്ടും വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാം. സോ ഈ 2 ക്വസ്റ്റൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞല്ലോ 2 ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്. അത് 2 നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് ദെൻ നമ്മുടെ വീഡിയോക്ക് താഴെ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ കിട്ടിയ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.